ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻ മൈ പാഷൻ. ഇൻ മൈ പാഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സെയിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുറച്ചൊരു ഇടവേള ഉണ്ടായിരുന്നു. ഇപ്പോൾ സീസൺ ആയല്ലോ ചെടികൾക്കെല്ലാം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് പൂത്തിട്ടൊക്കെ ഉണ്ട് ചെടികൾ. അപ്പോൾ നമുക്ക് കളർ അറിയാൻ പറ്റും, പ്ലാന്റിൻ്റെ സൈസ്, വില എല്ലാം നമ്മൾ വീഡിയോ തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം. അതിനുശേഷം ആ ഫ്ലവറിൻ്റെ പിക്ക് മാത്രം എടുത്തിട്ട് ഓർഡർ ചെയ്താൽ മതി. അതുപോലെ തന്നെ പറയാനുള്ളത്, നമ്മൾ കൊറിയറാണ്, DTDC കൊറിയർ വഴിയാണ് പ്ലാന്റ്സ് എല്ലാം അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്ലാന്റ് ബുക്ക് ചെയ്യാൻ നമ്മൾ ഇടുന്ന വീഡിയോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അതിൻ്റെ പൈസ പറഞ്ഞ് ആ പൈസ അടച്ചതിന് ശേഷമാണ് പ്ലാന്റ് ബുക്കിംഗ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പേരും അഡ്രസ്സും അതിൻ്റെ പിൻകോഡും എല്ലാം തന്നു കഴിഞ്ഞാൽ നമ്മുടെ അയക്കണ ദിവസം നിങ്ങളെ കറക്റ്റായിട്ട് അറിയിക്കുന്നതായിരിക്കും. നെക്സ്റ്റ് വീക്ക് തന്നെ അയക്കും. കാരണം ഫ്ലവർ കൊഴിനേക്കാൾ മുൻപ് തന്നെ നമ്മൾ വേഗം അയച്ചു കൊടുക്കാറാണ് പതിവ്. പിന്നെ ഞാൻ അയക്കുന്ന പ്ലാന്റ്സൊക്കെ വളരെ വലിയ പ്ലാന്റ്സ് ആയിരിക്കും, ഒരുപാട് ഏജുള്ള പ്ലാന്റ്സ് ആയിരിക്കും. ഞാൻ ആദ്യം പ്ലാന്റ് വരത്തിയതിന് ശേഷം ആണ് കൊടുത്തിരുന്നത്. എൻ്റെ കളക്ഷനായിരുന്നു. അപ്പോൾ അതിൽ ഒരേ പൂക്കൾ വരുന്ന പ്ലാന്റ്സാണ് ഞാൻ കൊടുത്തിരുന്നത്. പിന്നെയാണ് യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ നടത്തണ ഒരു സംരംഭം ആയതുകൊണ്ട് എനിക്ക് കഴിയുന്ന അത്രയല്ലേ ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ. ഓർഡർ എടുക്കുന്നത് കറക്റ്റായിട്ട് നമ്മൾ അയക്കും വേണം, ഉത്തരവാദിത്വം വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും കുറച്ച് പ്ലാന്റ്സ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അത് ഫ്ലവറായി അത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ്. ഫ്ലവർ ഇല്ലാത്ത ചെടി നമുക്കറിയില്ല, ഞാനും വാങ്ങണതാണ്. അപ്പോൾ അതുകൊണ്ട് കുറേയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് ഉണ്ട്. അതാവുമ്പോൾ പിന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഫ്ലവർ ആയതിന് ശേഷം മാത്രം നമ്മൾ പ്ലാന്റ്സ് സെയിൽ ചെയ്യണത്. പിന്നെ അത് മാത്രമല്ല, ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്സ് നമ്മൾ മേടിച്ചാലും അവരും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ചിലപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്ത് കട്ട് ചെയ്ത് അതേ പീസ് തന്നെ ആവണമെന്നില്ല. എടുക്കുമ്പോൾ ഒന്ന് തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടാവും. എനിക്കങ്ങനെ വിരിഞ്ഞിട്ടുണ്ട്. സിംഗിൾ പെറ്റൽസ് സാധാ ഓർഡിനറി ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടത് പിന്നെയാണ് ഞാനിതിങ്ങനെ സെയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ വീട്ടമ്മമാർക്ക് തുടങ്ങാൻ പറ്റിയൊരു സംരംഭം തന്നെയാണിത്. ഒരു പോക്കറ്റ് മണി നമ്മുടെ കയ്യിലിരിക്കുമല്ലോ. ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ തന്നെ നടത്തണതാണ്. ഞാൻ തന്നെ കുറച്ച് മേടിച്ച് വെച്ച് കണ്ടില്ലേ, ഇത്രയും ചെറിയ ചെടികളാണ് ഞാൻ വറുത്തത്. ഇത് കഴിഞ്ഞ ഏപ്രിലിൽ വെച്ചിട്ടുള്ള ചെടിയാണ്. ഇത്രയും ചെറിയ ചെടിയാണ്. അത് ഇത്രയൊക്കെ തന്നെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് 1-2 വർഷത്തിന് ശേഷം എനിക്കിത് സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം മുൻപേ ഉണ്ടായിരുന്നതാണ്. ഞാൻ സെയിൽ ചെയ്യണ ഓരോ ചെടിയും ഒരു 3-4 വർഷം ഏജുള്ള ചെടികളാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ ചെടികളായിരിക്കും, പൈസയും കുറവിൽ തന്നെയാണ് വിൽക്കുന്നത്. കാരണം നിങ്ങൾക്കറിയാം അടീനിയത്തിൻ്റെ വില എത്രയാണ്. നല്ല വിലയുള്ള ചെടിയാണ്. അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സും നമ്മുടെ കയ്യിലുണ്ടാവും. ഇനി നമുക്ക് ഇന്നത്തെ സെയിലിനുള്ള കുറച്ച് പ്ലാൻസ് കാണാം. ഇന്ന് 275, അതുപോലെ തന്നെ 350 ആ റേഞ്ചിലുള്ള ചെടികളാണ് കേട്ടോ എന്നുള്ളത്. ഇനി വരുന്ന ഇതൊക്കെയാണ് ഇന്നത്തെ സെയിലിനുള്ള പ്ലാന്റ്സ്. ഇത് ഫസ്റ്റ് പ്ലാന്റ്. ഇത് റെഡ്. ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും റെഡ് വെറൈറ്റിയാണ് കേട്ടോ കൂടുതലും വിരിഞ്ഞിരിക്കുന്നത്. അതും വലിയ പൂക്കളുള്ള നല്ല വലിയ പൂക്കൾ തന്നെയായിരിക്കും ഇതിനൊക്കെ. നന്നായിട്ട് വലിയ പൂക്കളാണ് ഉണ്ടായിരിക്കുന്നതൊക്കെ. ഇത് വെറിഗേറ്റഡ് പ്ലാന്റ് ആണ്. കണ്ടില്ലേ ലീഫൊക്കെ. ഇതിൻ്റെ ഫ്ലവർ. ഇത് ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കണേ. പിന്നെ ഇതിൻ്റെ പ്ലാന്റ് സൈസ് കോഡക്സ്. അത്രയും വലിയ കോഡക്സാണ്.
ഇനി ഇത് അടുത്ത പ്ലാന്റ്. ഇതിൻ്റെ വലിയ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇത് ഒരുപാട് ഏജ് ആയിട്ടുള്ള ചെടിയാണ്. ഇത് മൂന്നാമത്തെ. ഇത് റെഡ് മെറൂൺ. ഇത് ഡബിൾ പെറ്റലാണ്. ഇത് അല്പം വെറൈറ്റി ആയി. ഇതിപ്പോൾ ഇന്ന് വിരിയുന്ന ഫ്ലവറാണ്. ഇതാണ് കറക്റ്റ് കളർ. ഇത് അഞ്ചാമത്തെ ചെടി. ഇതും റെഡ്. ഈ ഇപ്പോൾ കാണിച്ച ഇത്രയും ചെടികൾ 275 രൂപയാണ് കേട്ടോ. ഇനി നമുക്ക് 350 അത് വലിയ സൈസ് പ്ലാന്റ്സ് ആണ്, വലിയ ചെടികളാണ്. ഇത് ഫസ്റ്റ് യെല്ലോ, ഓറഞ്ച് അങ്ങനെയൊക്കെയുള്ളൊരു ഷെയ്ഡ്. ഈ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ അവർ. ഇത്രയും വലിയ പ്ലാന്റ്. അടുത്ത പ്ലാന്റ് റെഡ്. ഇതെല്ലാം ഒരേ ടൈപ്പ് റെഡ് അല്ല കേട്ടോ, മാറ്റങ്ങളുണ്ട്. ഫ്ലവർ കണ്ടറിയാം. ഇതിൻ്റെ കോഡക്സ്. ഇതിൽ തന്നെ അടുത്ത റെഡ്. ഇത് ഡബിൾ പെറ്റലാണ്. ഇതിലൊക്കെ നന്നായി ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ്സ് ആട്ടോ. ഇത് കറക്റ്റായിട്ട് പ്രൂൺ ചെയ്യണം. അടുത്ത് ഇപ്പോൾ ജനുവരി ലാസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് വീക്കായിട്ട് നമുക്ക് ഇവിടെയും വെച്ച് ഇത്രയും താത്തി തന്നെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് എന്നിട്ട് നന്നായിട്ട് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് എന്താ പറയുക ബ്രാഞ്ചസ് ഉണ്ടാവും. അപ്പോൾ നല്ല ബുഷായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഇനി ഇതടുത്ത പ്ലാന്റ്. അടുത്ത റെഡ്. ഇതിൻ്റെ സൈഡിൽ കണ്ട ഒരു ബ്ലാക്കിഷ് ഉണ്ട്. പ്ലാന്റ് സൈസ്. ഇതിൽ നിറയെ പൂക്കളുണ്ടായിരുന്ന ചെടിയാണ്. എല്ലാം കൊഴിഞ്ഞു പോയി. നമ്മൾ വീഡിയോ എടുത്തായിരുന്നു, ഇടാൻ പറ്റിയില്ല. ഇതൊരു യെല്ലോ, ലൈറ്റ് യെല്ലോ ആണ്. അതിന്മേൽ ഒരു പിങ്ക് ലൈനായിട്ട്. മുന്നൂറ്റമ്പത്തെ പ്ലാന്റ്സിൻ്റെ എല്ലാത്തിൻ്റെയും കോഡക്സ് നല്ല വലുപ്പമുള്ളതാണ്. ഇനി ഇതടുത്തത് വലിയ ഫ്ലവേഴ്സാണ്. ഇത് ട്രിപ്പിൾ പെറ്റൽ വിരിയണേ ഉള്ളൂ. ഇതിനും ബ്ലാക്കിഷ് ഉണ്ട്. ഇത് ലാസ്റ്റ് പ്ലാന്റ്. പിങ്കിൽ വൈറ്റിൽ ഡാർക്ക് പിങ്ക് ലൈൻസ് ആയിട്ട് യെല്ലോ ഉണ്ട് ചെറുതായിട്ട്. നല്ല വലിപ്പമുള്ള പ്രോഡക്ട്സ്.
ഇത് നമ്മൾ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് പ്രൂൺ ചെയ്ത് ഇവിടെ വെച്ച് പ്രൂൺ ചെയ്ത് കഴിഞ്ഞ് ആ കട്ടിങ്ങിൽ അതിൻ്റെ വാക്സൊക്കെ നന്നായി തുടച്ച് കളഞ്ഞതിന് ശേഷം ഫംഗിസൈഡ് സാഫ് പരട്ടി കൊടുക്കുക. അതുപോലെ ആ കട്ടിങ്ങിൻ്റെ പീസിലും തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം അത് പോട്ട് ചെയ്താൽ മതി. ആ കട്ടിങ് വെച്ച് പിടിപ്പിക്കാൻ പറ്റില്ല നമുക്ക്, അതിനും ചെറിയ രീതിയിലൊക്കെ കോഡക്സ് വരും. അപ്പം അങ്ങനെയും നമുക്ക് പ്ലാന്റ്സ് ഉണ്ടാക്കാം. അഡീനിയം ചെടി മേടിക്കുമ്പോൾ ഒരുപാട് പറ്റിപ്പ് നടക്കണ ഒരു ഇതാണ് അഡീനിയം പ്ലാന്റ്സ് സെയിൽ. ഒരുപാട് രീതിയിൽ പലരും പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഒരു വീഡിയോ നമുക്ക് അടുത്ത് തന്നെ ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കറക്റ്റായിട്ട് എല്ലാ പ്ലാന്റ്സും കണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാത്രം നമുക്കിഷ്ടമായ പ്ലാന്റ്സിന് ഓർഡർ ചെയ്യാം. ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാൻ മടിക്കല്ലേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ടാണ് എനിക്ക് വരുന്ന ഓരോ പ്രചോദനവും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാത്തൊരു ചാനലാണിത്. നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ സെയിൽ വീഡിയോ വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഇടുന്നത്. പിന്നീട് എന്താവും എനിക്കറിയില്ല. ഇപ്പോൾ ഈ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.